ഈ നടപടി സ്വീകരിച്ച് പാർട്ടിക്കകത്ത് പറഞ്ഞതാണ്. പക്ഷെ എന്താ പ്രശ്നം? ബി കുഞ്ഞികൃഷ്ണന് തൃപ്തിയാവില്ല. കാരണം മധുവിനെ ശരിപ്പെടുത്തിയാലേ ബി കുഞ്ഞികൃഷ്ണൻ ശരിയാവുള്ളൂ. അത് ശരിപ്പെടുത്താൻ വേണ്ടി പാർട്ടി തെറ്റിനോടാണല്ലോ പാർട്ടിയുടെ സമരം, അല്ലാണ്ട് വ്യക്തിയോടല്ലല്ലോ. തെറ്റ് വന്നു, ആ തെറ്റ് തിരുത്താൻ ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിച്ചു. നടപടി സ്വീകരിച്ചപ്പോ ആളെ കൊല്ലാൻ വേണ്ടിയല്ല പാർട്ടി നടപടി സ്വീകരിക്കുന്നത്. തെറ്റ് തിരുത്തി അയാളെ ശരിയായ കമ്മ്യൂണിസ്റ്റ് ആക്കി രൂപപ്പെടുത്താൻ വേണ്ടിയാണ് നടപടി. ആ നടപടി സ്വീകരിച്ചു. ആ നടപടി സ്വീകരിച്ചത് വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അതുപോരാ, അതിനപ്പുറം വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകത്തിന് അദ്ദേഹം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല പേര് പകയുടെ കണക്ക് പുസ്തകം എന്നാണ്. വേറെ പേരല്ല, പകയുടെ കണക്ക് പുസ്തകം. നിങ്ങൾ എഴുതി വെച്ച ഏറ്റവും നല്ല പേരതാണ്. മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചാൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രതിരോധമാണ് പാർട്ടിക്ക്. അതായത് ഈ അതിന്റെ വിശദാംശങ്ങൾ പറയണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. ഞാൻ ഒരു കാര്യം, ഒരു സപ്പോസ് മാത്രം പറയും. രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പാർട്ടി ഫണ്ട് പിരിക്കുമ്പോൾ കുടുംബ സഹായത്തിന് വേണ്ടി മാത്രം പിരിച്ച ഫണ്ടല്ല അത്. പാർട്ടിക്കകത്ത് കൃത്യമായി പാർട്ടി മെമ്പർമാരിൽ നിന്നാണ് ഫണ്ട് ശേഖരിക്കുന്നത്. പാർട്ടി മെമ്പർമാരോട് പറഞ്ഞ കാര്യം എന്താ? 3 കാര്യങ്ങളാണ്. ഒന്ന് കുടുംബസഹായം, രണ്ടാമത്തത് വീട് വെച്ച് കൊടുക്കൽ, മൂന്നാമത്തത് കേസ് നടത്തി. 3 കാര്യങ്ങളാണ് പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടാണ് ഈ ഫണ്ട് ശേഖരിക്കുന്നത്. ആ ഫണ്ട് ശേഖരിച്ചപ്പോൾ സഹായമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ചില കടബാധ്യതകൾ ഉണ്ടായിരുന്നു, ആ കടബാധ്യതകൾ ഇതിൽ നിർവഹിച്ചിട്ടുണ്ട്. വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി തുക ഏരിയ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? കേസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ആ കേസ് നടത്താൻ വേണ്ടി കൈമാറിയ തുക ഒരു വകമാറ്റി ചെലവഴിക്കലല്ല. ചിലപ്പോ അങ്ങനെ കയ്യിലുള്ള തുക, ആ തുക ചില സമയത്ത് ഒരു ഘട്ടത്തിൽ ഓഫീസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്, തൽക്കാലം അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു കേസുണ്ട്, ആ കേസിന് വേണ്ടി തൽക്കാലം ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് വകമാറി ചെലവഴിക്കലല്ല. ഇതാണ് വകമാറി ചെലവഴിക്കലായിട്ട് കുഞ്ഞികൃഷ്ണൻ കാണുന്നത്. അത് വകമാറി ചെലവഴിക്കല്ല. ഏരിയ കമ്മിറ്റിയുടെ കൈവശം ആ തുകയുണ്ട്. കേസ് നടത്തുന്നത് പാർട്ടിയാണ്, ഏരിയ കമ്മിറ്റിയാണ്. കേസ് കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം ബാക്കി തുക ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്ന് പാർട്ടി തീരുമാനിക്കും. അതെനിക്കറിയില്ല. വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് അതില് ഈ ഞങ്ങള് ഈ വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് പിൻവലിക്കാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ചില സമയം ഒരു നോട്ട് നിരോധനത്തിന്റെ സമയമാണെന്ന് കരുതുക. ഫണ്ട് നിങ്ങൾക്ക് കൂടുതൽ തുക ആവശ്യമുണ്ടെന്ന് കരുതുക. ഏതെങ്കിലും ഒരു അക്കൗണ്ട്, ഓഫീസ് നിർമ്മാണമാണ് ഞാൻ പറയുന്നത്, ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തുക വിഡ്രോ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ഒരു നിശ്ചിത തുകയെ സാധിക്കും. അതിന് കൂടുതൽ തുക വേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ വിഡ്രോ ചെയ്യും. നിങ്ങൾ നോക്കേണ്ടത് ഈ തുകയിൽ എന്തെങ്കിലും തെറ്റായ രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? പാർട്ടി പരിശോധിച്ചു. ഞാൻ പറയട്ടെ, പാർട്ടി പരിശോധിച്ചപ്പോ 1 രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം ധൻരാജ് രക്തസാക്ഷി ഫണ്ടിലുള്ള തുക ആ രക്തസാക്ഷി അക്കൗണ്ടിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. കേസ് നടത്തിപ്പിന് വേണ്ടിയുള്ള തുക ഏരിയ കമ്മിറ്റിക്ക് കൈമാറേണ്ട കാര്യമില്ല, ആ അക്കൗണ്ടിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. അതുകൊണ്ട് പാർട്ടി DC പറഞ്ഞു ഏരിയ കമ്മിറ്റി കൈമാറിയിട്ടുള്ള തുക ധൻരാജ് രക്തസാക്ഷി ഫണ്ടിലേക്ക് തന്നെ മാറ്റി സൂക്ഷിക്കണം. ജില്ലാ കമ്മിറ്റി പറഞ്ഞു. ഈ കുറ്റത്തിനാണ് നടപടി സ്വീകരിക്കുന്നത്. ആ കുറ്റമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പണം അടിച്ച ആരെങ്കിലും കൊണ്ടുപോയി ദുർവിനിയോഗം നടത്തി എന്നല്ല അതിന്റെ അർത്ഥം. ഈ കുറ്റാണ്. അത് വകമാറി ചെലവഴിക്കലല്ല. ചെലവഴിക്കേണ്ട രീതിയിൽ ചെലവഴിക്കാത്തതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. വകമാറ്റിയിട്ടില്ല ഫണ്ട്. അതായത് കേസ് നടത്തേണ്ട ചെലവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി AC ആണ്. മനസ്സിലായില്ലേ? ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ P. രമേശൻ, K. എസ്. ഇജീഷ്, M. ആനന്ദൻ 3
ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അന്ന് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണക്ക് അതാണ് എന്റെ കയ്യിലുള്ളത്. ഇതിനകത്ത് അവസാനം കൃത്യമായിട്ട് പറയുന്നത് ധനരാജ് അക്കൗണ്ടിൽ നിന്ന് 34,25,000 രൂപ പിൻവലിച്ചത് 29,25,000 രൂപ കോൺട്രാക്ടർ ഉണ്ണിയുടെ പേരിലേക്ക് മാറ്റി എന്ന് പറയുന്നത്. അതായത് കണക്കിൽ പറയുന്നത് 34,25,000 രൂപ ഈ ധനരാജിന്റെ വീട് നിർമ്മാണത്തിന് ചെലവായി എന്നാണ്. പക്ഷേ കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കുന്ന 29,25,000 രൂപയാണ്. ഇതിന്റെ അവസാന വരിയിൽ പറയുന്നത് മുഴുവൻ വായിക്കുന്നില്ല, സെക്രട്ടറിയുടെ കയ്യിലുണ്ടാവും. KP മധുവിന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് ബാക്കി തുക മാറ്റിയത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൽ അടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് വിജീഷ് രമേശ്. ഇതാണ് സെക്രട്ടറി. ഈ രേഖ ഉള്ളപ്പോഴാണ് സെക്രട്ടറി ഞാനൊന്നും മറച്ചു വെച്ചില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ റിപ്പോർട്ടിൽ 35 ലക്ഷം രൂപ അല്ലെ 35 ലക്ഷം അല്ലേ എത്രയാ ധനരാജ് ഫണ്ടെന്ന് ഓഫീസിന്റെ ചെലവിലേക്ക് പോയത് എന്ന് പറയുന്നത് എത്ര തുകയാ? എത്രയാ? 34,00,000. ധനരാജ് ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ അല്ലേ ബിൽഡിംഗ് ഫണ്ടിലേക്ക് പോയി എന്ന് പറയുന്നില്ലേ? ഇല്ലേ? ഇപ്പം നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പുസ്തകം എടുത്ത് നോക്കുക, നമ്മുടെ ബി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം എടുത്ത് നോക്കുക. നിങ്ങൾ ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ പറയുന്നതാണ്. 35 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, അതിനകത്തുണ്ടല്ലോ ആ കണക്കില് 35 ലക്ഷം രൂപ ഇല്ലാന്ന് 35 ലക്ഷം നിങ്ങൾ പറഞ്ഞ ഓഡിറ്റ് എന്നാ പിന്നെ നിങ്ങൾ തെറ്റായ രീതിയിൽ പറയുന്ന. അതായത് ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏരിയ കമ്മിറ്റിന്റെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് നൽകിയത് സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ നിങ്ങൾ പറഞ്ഞ പേപ്പർ എടുത്ത് നോക്ക്, ആദ്യത്തെ ഇനം അത് ശരിയാണ്. എന്നാ പിന്നെ അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയത് അതല്ല. നിങ്ങളല്ല നിങ്ങൾക്ക് തന്നയാള് കേട്ടാ. അല്ല അതുറപ്പ് ഞാൻ പറഞ്ഞതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നയാള് വ്യാജമായിട്ട് ഉണ്ടാക്കിയത്. ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. ആ നിങ്ങൾ പറഞ്ഞാണെങ്കിൽ അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയത്. നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുതരാം. അതായത് 35 ലക്ഷം രൂപയാണ് ഓഡിറ്റിൽ ആദ്യം കണ്ടെത്തിയത്, 35 ലക്ഷം. പക്ഷെ ഇപ്പം ബി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം പാർട്ടി ജില്ലാ കമ്മിറ്റി 40 ലക്ഷം അടിച്ചേൽപ്പിച്ചു. മനസ്സിലായില്ലേ? ധനരാജ് ഫണ്ടിൽ നിന്ന് 35 ലക്ഷം അല്ല 40 ലക്ഷമാണ് യഥാർത്ഥത്തിൽ ഏരിയ കമ്മിറ്റിയുടെ കൈവശമുള്ളത്. അതാണ് ആ ഗ്യാപ്പ് കാണുന്നത്, 40 ലക്ഷം. അതൊക്കെ പരിശോധിച്ചാൽ അതിനെ കൊണ്ട് കണക്ക് നിങ്ങളോട് പറയിപ്പിക്കണം, ഞാൻ ഇപ്പം പറയുന്നില്ല. അത് കേസ് നടന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണെന്നറിയാം. അതായത് ഈ സീനിയർ അഭിഭാഷകന്മാർക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്. ആ തുകയ്ക്ക് നിങ്ങൾ സീനിയർ അഭിഭാഷകന്മാരെ കിട്ടുമെന്ന് നോക്കുക. അതിന്റെ അപ്പുറത്തൊന്നും പറയുന്നില്ല. കേസ് നടത്തുന്നവർക്ക് അതറിയാം. അതായത് ഏരിയ കമ്മിറ്റി ബിൽഡിംഗ് ഫണ്ടിലേക്ക് നൽകിയത് 35 ലക്ഷം. ധനരാജ് വീട് നിർമ്മാണം 29,25,000. KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് 5 ലക്ഷം. ധനരാജ് കുടുംബാംഗങ്ങളുടെ പേരിൽ സ്ഥിര നിക്ഷേപം 18 ലക്ഷം. മറ്റ് ചെലവുകൾ 2,32,524. വക മാറ്റിയ പലിശ 3,84,062. ഇതൊക്കെ വക മാറ്റിയെന്ന് പാർട്ടി തന്നെ രേഖയുണ്ട്. സെക്രട്ടറിയാണ് പറയുന്നത് വക മാറ്റിയിട്ടില്ല. അതായത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു 5 ലക്ഷം എന്ന് പറഞ്ഞല്ലോ. ആ 5 ലക്ഷം മറ്റൊരു വരവിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ പുസ്തകം എടുത്ത് നോക്കുക. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 50 ലക്ഷം 40 ലക്ഷം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ധനരാജ് ഫണ്ടിന്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം എന്ന് പറയുന്ന വാക്കിന്റെ അകത്ത് ആ 5 ലക്ഷം അതിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? 35 ലക്ഷം അല്ല, യഥാർത്ഥത്തിൽ 50 ലക്ഷമാണ്. അത് കൃത്യമായിട്ട് കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകം നോക്ക്. ആ പുസ്തകത്തിൽ 35 ലക്ഷം അല്ല 40 ലക്ഷമാണ്. നിങ്ങൾ മധുവിന്റെ പേരിൽ പേഴ്സണലായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുന്നില്ലേ? ആ 5 ലക്ഷം ഉൾപ്പെടെ ചേരുന്നതാണ് ഈ 40 ലക്ഷം. ആ കുഞ്ഞികൃഷ്ണൻ കണക്കല്ല, ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ചതെന്നാ പറഞ്ഞത്. അതാ പറഞ്ഞത്. കുഞ്ഞികൃഷ്ണൻ എഴുതിയല്ല ശരി. ജില്ലാ കമ്മിറ്റി പരിശോധിച്ചുകൊണ്ട് തയ്യാറാക്കിയ കണക്കിനെയാണ് അദ്ദേഹം അധിക്ഷേപിച്ച് ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം എന്ന് എഴുതി വെച്ചത്. മനസ്സിലായില്ലേ? ജില്ലാ കമ്മിറ്റിയുടെ കണക്കാണ് ശരിയായ കണക്ക്, കുഞ്ഞികൃഷ്ണന്റെ കണക്കല്ല. അതാ പറഞ്ഞത്. അദ്ദേഹം എന്തെങ്കിലും എഴുതി വെച്ചാൽ കണക്കാവൂല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.